ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി വ്യാജകത്ത് തയ്യാറാക്കിയ കേസിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് വിവാദമന്ത്രി കെ.ബി. ഗണേഷ് കുമാർ സമർപ്പിച്ച ഹർജി കോടതി തള്ളി. കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. സോളാർ കേസ് പ്രതി ആയിരുന്ന സ്ത്രീ തയ്യാറാക്കി നൽകിയത് 21 പേജുള്ള കത്തായിരുന്നു എന്നും അതിൽ 4 പേജ് കെ.ബി. ഗണേഷ് കുമാർ വ്യാജമായി എഴുതി ചേർത്തു എന്നുമാണ് ആരോപണം. ഉമ്മൻചാണ്ടിക്കും മറ്റ് നേതാക്കൾക്കുമെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ചുള്ള 4 പേജ് കത്ത് ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം എഴുതി സോളാർ കേസ് പ്രതിക്ക് കൈമാറിയത് ശരണ്യ മനോജ് എന്ന് മൊഴിയുണ്ടായിരുന്നു. സോളാർ കേസ് പ്രതി പിന്നീട് ഇത് സ്വന്തം കൈപ്പടയിലേക്ക് മാറ്റി നൽകുകയായിരുന്നുവെന്നും പ്രതിയുടെ അഭിഭാഷകനായിരുന്ന ഫെനി ബാലകൃഷ്ണൻ കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി നൽകി. തിരുവനന്തപുരത്തെത്തിയാണ് കത്ത് പ്രതി സ്വന്തം കൈപ്പടയിൽ മാറ്റി എഴുതിയത്. 2013 ജൂലൈ 19 തയ്യാറാക്കി ജൂലൈ 27 പത്തനംതിട്ട ജയിലിൽ പ്രതി ഫെനിക്ക് കൈമാറിയ കത്തിന് 21 പേജാണ് ഉണ്ടായിരുന്നതെന്നും എന്നാൽ സോളാർ കമ്മീഷനിൽ നൽകിയത് 25 പേജുള്ള വ്യാജ കത്താണെന്നും ഫെനി ബാലകൃഷ്ണൻ മൊഴി നൽകിയിരുന്നു. സോളാർ പ്രതി ജയിലിൽ നിന്നെഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി 4 പേജ് അധികമായി എഴുതി ചേർത്തെന്നാരോപിച്ച് അഭിഭാഷകൻ സുധീർ ജേക്കബ് നൽകിയ കേസിലാണ് വിചാരണ നടന്നത്. സോളാർ പ്രതിയും കെ.ബി. ഗണേഷ് കുമാറും 1ഉം 2ഉം പ്രതികളാണ്. സോളാർ കത്തിൽ കൂടുതൽ പേജുകൾ കൂട്ടിച്ചേർത്ത കേസിൽ വിചാരണ തെരഞ്ഞെടുപ്പും കഴിയും വരെ മാറ്റിവെക്കണമെന്ന ഗണേഷ് കുമാറിന്റെ ഹർജിയാണ് കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്.